കളരികളിൽ നിലകൾ ഒരു പ്രധാന ഘടകം തന്നെയാണ്. 5 നിലകളാണ് പ്രധാനം. 5 നിലകളിൽ നിന്നാണ് എല്ലാം കടന്നു പോകുന്നത്. സമപാദം, വൈശാഖം, മണ്ഡലം, ആലീഢം, പ്രത്യാലീഢം എന്നീ 5 നിലകളാണ് പ്രധാനമായും കളരിയിൽ ഉപയോഗിക്കുന്നത്. ഈ നിലകളെ ഓരോ കളരികളിലും പല പേരുകളിൽ പറയുന്നുണ്ട്. അർജുന നിലയെന്നും ഭീമൻ നിലയെന്നും കൃഷ്ണ നിലയെന്നും പറയുന്നുണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാറില്ല. നിലകൾ ഉറപ്പാണ്. അടുത്ത മാറ്റത്തിലേക്ക് ആവശ്യമാണ് നിലകൾ. ഓരോ നിലകൾക്കും അളവുകളുണ്ട്. ആദ്യത്തെ നില സമപാദമാണ്. 2 കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ വാരിയലിന് സമീപത്തൂടെ തന്നെ ചേർത്ത് നിർത്തി നിവർന്ന് നോക്കി നിൽക്കുന്ന നിലയാണ് സമപാദ നില. ഈ സമപാദ നിലയിൽ സസൂക്ഷ്മം എതിരാളികളെ നിരീക്ഷിക്കുന്നതിനും ബഹുമാനപൂർവ്വം ആൾക്കാരെ കാണുന്നതിനും നിൽക്കുന്ന നിലയാണ് സമപാദം. കാലുകൾ തമ്മിൽ ചേർത്ത് വെച്ച് കാൽപാദം തമ്മിൽ ചേർത്ത് വെച്ച് നിൽക്കുമ്പോൾ സമപാദം പൂർത്തിയാകുന്നു. ഈ സമപാദം എന്ന് പറയുമ്പോൾ കാലുകൾ ചേർത്ത് വെച്ച് നിൽക്കുന്ന ആ അളവിന് ഒരു ചാണെന്നാണ് പറയുന്നത്. നമ്മുടെ അവരവരുടെ കൈ നീട്ടിപ്പിടിച്ചാൽ, വിരലുകൾ തമ്മിൽ നീട്ടിപ്പിടിച്ചാൽ തള്ളവിരൽ തൊട്ട് ചെറുവിരൽ വരെയുള്ള നീളമാണ് ഒരു ചാൺ. ഒരു ചാൺ അകലമാണ് കാലുകൾ തമ്മിൽ ചേർത്ത് വെച്ച് നിൽക്കുമ്പോൾ നമ്മുടെ കാലുകൾക്കുള്ള പ്രത്യേകത, കാലുകൾക്കുള്ള അളവ്. 2 ചാൺ, ഓരോ കാൽ വീതം 2 വശത്തേക്ക് മാറ്റി വെച്ച് നിൽക്കുമ്പോൾ, അതായത് ഒരു ചാണെന്ന് പറയുമ്പോൾ ഏകദേശം 6.5-7 ഇഞ്ചിനകത്ത് വരുന്നതാണ്. അത് കഴിഞ്ഞ് ഈ 2 കാലും 2 വശത്തേക്ക് 2 ചാൺ വീതം, ഓരോ ചാൺ വീതം 2 വശത്തേക്ക് മാറ്റി വെച്ച് നിവർന്ന് കൈകൾ പൊക്കിൾ സ്ഥാനത്ത് കൊണ്ടുവന്ന് അടിയിൽ വലത് കൈയും മുകളിൽ ഇടത് കൈയുമായിട്ട് നിവർന്ന് നിൽക്കുന്ന നിലയാണ് വൈശാഖം. വൈശാഖ നിലയ്ക്ക് ഈസി സ്റ്റാൻഡ് എന്നും സമപാദ നിലയ്ക്ക് അറ്റൻഷൻ എന്നും പറഞ്ഞു വരുന്നുണ്ട്. ഈ 2 നിലകൾ കളരിയിൽ പ്രധാനമാണ്. സൂക്ഷ്മ നിരീക്ഷണത്തിനും ശരീരത്തിൻ്റെ തുലന നിലയെ നിലനിർത്തുന്നതിനും സമപാദം ആവശ്യമാണ്. സമപാദം എന്ന് പറയുന്ന നില ആവശ്യമായ ഒരു ഘടകമാണ്. സമപാദത്തിൽ നിന്നാണ് ഓരോന്നും തുടക്കം കുറിക്കുന്നത്. ഈസിയായി നിൽക്കുന്ന നിലയിൽ നിന്നും, അതായത് വൈശാഖ നിലയിൽ നിന്നും വളരെ വേഗത്തിൽ മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാക്കിയെടുക്കുകയും ചെയ്യാവുന്നതാണ്.